ഹലോ എവരിവൺ, നിങ്ങൾ പലർക്കും അറിയായിരിക്കും ഐ എം എ ന്യൂ മോം. കഴിഞ്ഞ 6 മാസമായിട്ട് പോസ്റ്റ്പാർട്ടത്തിലൂടെ കടന്നു പോകുന്നൊരു അമ്മയാണ് ഞാനിപ്പോൾ ഒരു ഹീലിംഗ് പ്രോസസ്സിലാണ്. സെൽഫ് ഹീലിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ചില റിയലൈസേഷൻസ് ആണ് എന്നെ ഒരു ഹീലിംഗ് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് എത്തിച്ചത്. ഈ പോസ്റ്റ്പാർട്ടം എന്ന് പറയുന്നത് ആരും നമ്മളെ വാൺ ചെയ്യില്ല. എൻ്റെ ഡ്രെഡ്ഫുൾ സൈഡ് അല്ലെങ്കിൽ എൻ്റെ ഒരു വൾഗർ വശം ആരും വാൺ ചെയ്യില്ല. ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നു. അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ കണ്ട കുറേ കാര്യങ്ങളും പിയർ ഗ്രൂപ്പിൽ നിന്ന് അറിഞ്ഞ കുറേ കാര്യങ്ങളും വെച്ചിട്ട് ഐ വാസ് പ്രിപ്പയർഡ്. ആഫ്റ്റർ ഡെലിവറി വരുന്ന അത്യാവശ്യം കയോസൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് വെരി സെക്കൻഡ് എൻ്റെ കയ്യിൽ നിന്ന് പോയി. പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്നുള്ള അറിയാത്തൊരവസ്ഥ, മൈൻഡൊക്കെ എവിടെയോ പോയി, പിന്നെ എന്തൊക്കെയോ ആയി. ആ ഒരു ഇതിലെങ്ങനെ പോവുമായിരുന്നു കഴിഞ്ഞ 6 മാസവും. എന്താണെന്നറിയാതെ എന്തൊക്കെയോ ഒരു റൊട്ടീനിൽ പോവുമായിരുന്നു. മോംസ് ബ്രെയിൻ എന്ന് പറയും. നമുക്കെപ്പോഴും കുഞ്ഞ് ബേബി എന്ത് ചെയ്യുന്നു, ബേബിയുടെ കാര്യം, ബേബിയുടെ സേഫ്റ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിൽ വരത്തുള്ളൂ. അത് തന്നെയാണ് പ്രശ്നം. വി ലോസ്റ്റ് അവർ സെൽഫ്. നമ്മളെ തന്നെ അങ്ങ് കളയും. ഒരു മീ ടൈം ഇല്ലാതെയാവും. അപ്പോൾ എൻ്റെ ഈ ഹീലിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ദിവസമായിട്ട് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത്, എനിക്ക് വേണ്ടി ഒരു മീ ടൈം കണ്ടെത്താതെ ഒരു 5 മിനിറ്റ് ആയിക്കോട്ടെ, 1 മണിക്കൂർ ആയിക്കോട്ടെ, നമ്മുടേതായ സ്പേസിൽ നമ്മുടേതായ ടൈമിൽ നമുക്ക് വേണ്ടി നമ്മൾ മാത്രമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു ബുക്ക് വായിക്കുന്നത് എനിക്ക് ഹാപ്പിനെസ് തരുന്നതാണ്. ക്ലീൻ ചെയ്യുന്നതാണ് എനിക്ക് എക്സ്ട്രീം ഹാപ്പിനെസ്. അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ ആ ഒരു ദിവസം കുറച്ച് എനർജി നമുക്ക് കിട്ടും, കുറച്ച് പോസിറ്റീവ്നെസ് കിട്ടും. നമ്മൾ ഹാപ്പി ആയിരുന്നാലേ നമുക്ക് നമ്മുടെ കുഞ്ഞിനെ സന്തോഷത്തോടെ നോക്കാൻ പറ്റുള്ളൂ. എൻ്റെ ഉള്ളിൽ ഈ ചെറിയ കാലയളവിൽ കയറിപ്പറ്റിയ നെഗറ്റീവ് തോട്ട്സ് എല്ലാം ടോക്സിൻസ് ആയിട്ട് കണക്കാക്കിയാൽ ഐ എം ഡീടോക്സിഫൈങ് മൈ സെൽഫ്. ഈ ഒരു ഹീലിംഗ് പ്രോസസ്സിൽ ഞാൻ നിങ്ങളെയും ഒപ്പം കൊണ്ടുപോകാമെന്നാണ് കരുതുന്നത്. കാരണം എൻ്റെ ഒരുപാട് ഫ്രണ്ട് സർക്കിളിൽ ഒരുപാട് പേര് റീസെൻ്റ്ലി മദർഹുഡിലേക്ക് എത്തിയവരാണ്. ഇതുപോലെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുന്നവരാണ്. എന്തുകൊണ്ടോ എനിക്കും എൻ്റെ പെർസ്പെക്റ്റീവ് എൻ്റെ കൂട്ടുകാരിൽ മറ്റ് പുതിയ അമ്മമാരിലേക്കും എത്തിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് കൂടിയാണ് എനിക്ക് റിയലൈസേഷൻ ഉണ്ടാക്കിയതിൻ്റെ കാരണങ്ങളും റിയലൈസേഷൻ ഉണ്ടാവാൻ കാരണമായ കുറച്ച് വ്യക്തികളുമുണ്ട്. അവരെയൊക്കെ ഞാൻ വരുന്ന വീഡിയോകൾ പരിചയപ്പെടുത്താം. അപ്പം ഓൾ ദ മോംസ് ഔട്ട് ദെയർ, ബി സ്ട്രോങ് ആൻഡ് ബി ഹാപ്പി.